നമസ്കാരം. ഇൻക്വസ്റ്റ് ആഴ്ചയിലൊരിക്കൽ സംപ്രേഷണം ചെയ്യുന്ന തേജസ് ന്യൂസിൻ്റെ വാർത്താധിഷ്ഠിത പ്രോഗ്രാമാണ്. എന്നാൽ വിഷയത്തിൻ്റെ സാമൂഹിക പ്രാധാന്യം അനുസരിച്ചുള്ള ജനകീയ പ്രതികരണങ്ങളോട് അതിനിടയിലും സംവദിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഇൻക്വസ്റ്റിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അകമഴിഞ്ഞ പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ച് ഇൻക്വസ്റ്റ് ഇമ്പാക്റ്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കട്ടെ. കഴിഞ്ഞ 60 വർഷമായി തുടരുന്ന ധാതുമണൽ ഖനനം ഉയർത്തിയ പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഇരയായി കാണാക്കാണെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ആലപ്പാടെന്ന തീരദേശ ഗ്രാമത്തെക്കുറിച്ചായിരുന്നു ഇൻക്വസ്റ്റ് അന്വേഷിച്ചത്. 25,000-ഓളം വരുന്ന കുടുംബങ്ങൾ ഏതു നേരവും കടലെടുക്കാവുന്ന ശേഷിച്ച ഭൂമിയിൽ നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും ഫലം കാണാത്ത സമരങ്ങളിലൂടെയും രക്ഷയ്ക്കായി കേണപേക്ഷിക്കുകയായിരുന്നു. ഇതിനകം 5,000-ഓളം കുടുംബങ്ങൾ എങ്ങോട്ടെന്നറിയാതെ പലായനം ചെയ്തു കഴിഞ്ഞു. ഭരണാധികാരികളോ മേൽക്കോയ്മ മാധ്യമങ്ങളോ പ്രളയത്തിൽ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി വന്ന ഈ കടലിൻ്റെ മക്കളുടെ നിലവിളിക്കായി ചെവി കൊടുത്തില്ല. ലിത്തോ മാപ്പ് പ്രകാരം 1955-ൽ 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാടിൻ്റെ വിസ്തൃതി ഇന്ന് വെറും 7.5 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇൻക്വസ്റ്റിലൂടെ പിറന്ന മണ്ണിൽ ജീവിച്ചു മരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന തദ്ദേശവാസിയായ കാവ്യ എന്ന പെൺകുട്ടിയും തങ്ങളുടെ ഹൃദയമാണ് ഈ ഭൂമിയെന്ന് പറയുന്ന നാട്ടുകാരനും യന്ത്രക്കൈകൾ കാർന്നെടുക്കുന്ന ഭൂഭാഗവും ചർച്ചയായതോടെ ആലപ്പാട് വിഷയം കേരളത്തിൽ സജീവ ചർച്ചയ്ക്ക് ഇടം പിടിക്കുകയാണ്. ഇൻക്വസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട ജനകീയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഐക്യദാർഢ്യ പ്രകടനങ്ങളും സ്വീകരിക്കുന്നു. കേരളത്തിലെ മറ്റു മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ആലപ്പാട്ടേക്ക് തിരിയാൻ നിമിത്തമായതിലും ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. വിശാലമായ പാടങ്ങളും തണ്ണീർത്തടങ്ങളും ജലസ്രോതസ്സുകളും നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ആലപ്പാട് ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാടിനെ രക്ഷിക്കാൻ ഉയരുന്ന പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സർക്കാരിൻ്റെ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ ഖനന പ്രദേശത്ത് IRE പാലിക്കുന്നില്ലെന്നും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഖനനമെന്നും സമരസമിതി നേതാവ് KC ശ്രീകുമാറും 2014-ൽ തീരുമാനിച്ച വികസന പാക്കേജുകൾ കമ്പനി നടപ്പാക്കുന്നില്ലെന്നും സമരത്തെ സർക്കാരുകൾ ഗൗരവമായി കാണണമെന്നും KC വേണുഗോപാൽ MPയും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ ഗ്രാമത്തിൻ്റെ ദുരിതം വിളിച്ചു പറഞ്ഞ തദ്ദേശവാസിയായ വിദ്യാർത്ഥിനി കാവ്യയുടെ ശബ്ദം ഇൻക്വസ്റ്റിലൂടെ കൂടുതൽ ജനകീയ ആവശ്യമായപ്പോൾ കാവ്യയ്ക്ക് എഡിറ്റോറിയൽ പേജിൽ തന്നെ ഇടം നൽകിയ മാധ്യമങ്ങളും ഉണ്ട്. ആലപ്പാടിനായി സോഷ്യൽ മീഡിയകൾ കൈകോർക്കുന്നതും മാധ്യമങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. സിനിമാ താരങ്ങളും രംഗത്ത് വന്നു തുടങ്ങിയതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഖനനം നിർത്തുക സാധ്യമല്ല, എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഖനനം നടത്തുന്നതെന്ന് IRE അധികൃതരെ ഉദ്ധരിച്ച് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, പൊതുമേഖലയിൽ നടക്കുന്ന ഖനനം ഇല്ലാതാക്കി ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് സമരമെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിക്കുന്നതായും ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യ ലോബിയെ സഹായിക്കാനാണ് സമരമെന്നും അതിൽ മന്ത്രി പറയുന്നുണ്ട്. പൊതുമേഖലയിൽ നടക്കുന്ന ഖനനത്തെ ഇല്ലാതാക്കിയാൽ സ്വകാര്യ ലോബിക്ക് സ്ഥലത്തെ ചില സ്വന്തക്കാരെ ഉപയോഗിച്ച് തോന്നും പോലെ ധാതുമണൽ ഖനനം നടത്താമെന്നും അതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നുമാണ് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനം. ഇതിനു പിന്നിൽ സിനിമാ നിർമ്മാതാക്കൾ ഉൾപ്പെടെ വൻകിട ലോബികൾ ഉണ്ടെന്നും വിമർശനമുയരുന്നു. എന്നാൽ ഇതുവരെ ഇവിടെ നിന്ന് 5,000-ഓളം കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞു പോവേണ്ടി വന്നത് എന്തുകൊണ്ട്? കാണാക്കാണെ ആലപ്പാടിൻ്റെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? കടലും കായലും ഒന്നിക്കാൻ വെറും 20 മീറ്റർ മാത്രം ദൂരം ശേഷിക്കുന്ന വെള്ളന തുരുത്തിനെക്കുറിച്ച് വിശദീകരണം എന്താണ്? 89.5 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് വെറും 7.5 ചതുരശ്ര കിലോമീറ്ററായി ഒരു ഭൂപ്രദേശം ചുരുങ്ങിയതിന് പിന്നിലെ പ്രതിഭാസം എന്താവും? ഇതിനൊക്കെ അപ്പുറം ഒരു നാട്ടിലെ ജനത മുഴുവൻ സ്വകാര്യ ലോബിക്ക് പിന്നിൽ ഇങ്ങനെ അണിനിരക്കുമോ? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. ആദ്യം ആലപ്പാട്ടെ ജനങ്ങളോട് തൃപ്തികരമായ മറുപടി പറയുക. അവരുടെ ആശങ്കകൾ അസ്ഥാനത്താണെങ്കിൽ അത് ബോധിപ്പിക്കുക. ഖനനം മൂലം അവർക്ക് ഇതുവരെ ഉണ്ടായ നേട്ടങ്ങൾ എടുത്തു പറയുക. അതില്ലാതായാൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇത് സാധ്യമല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സമ്മതിക്കാനുള്ള
സത്യസന്ധത കാണിക്കുക. ഇക്കാര്യത്തിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടേത് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അറിയാനും ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. ഇൻക്വസ്റ്റിന്